ഹലോ. അപ്പം എല്ലാവർക്കും സുഖല്ലേ? അപ്പം എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കണ കണ്ടിട്ട് ഒരു ഒരു ന്യൂ തിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും. ബിക്കോസ് ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ ഇരുന്ന് ഒരു വ്ളോഗ് ചെയ്തിട്ട്. ബിക്കോസ് എപ്പോഴും എന്തെങ്കിലും ട്രാവലിങ്ങോ വല്ലപ്പോഴേ വ്ളോഗ് ചെയ്യാറുള്ളൂ. അതൊന്നാമത്തെ കാര്യം. ഫ്ലൈറ്റ് പോകണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രാവലിങ്ങോ അതിൻ്റെയൊക്കെ പാർട്ടായിട്ട് ഞാൻ പുറത്തായിരിക്കും. പിന്നെ കൂടുതലും എൻ്റെ വ്ളോഗ്സ് ഉണ്ടാവാറില്ല, എൻ്റെ ഫേസ് ആയിട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കരുതി എന്നാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇന്ന് എൻ്റെ ഒരു പുതിയ വ്ളോഗുമായിട്ട് വരുമ്പോൾ ഒന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന്. അപ്പം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ഓഫീസിൽ പോയില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ ലൈൻ മാനേജറായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ പോയത്. പിന്നെ പുള്ളി പോകുന്ന വഴിക്ക് സിക്കാണെന്ന് അറിയിച്ചു പുള്ളി. അപ്പം ഞാൻ അതേപടി എല്ലാം വാലും പൊക്കി തിരിച്ചു പോന്നു. അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ ഓഫീസ് സ്പേസിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ 2 ബാൽക്കണിയാണ് ഉള്ളത്. ഒരു കുട്ടി വീടാണ്, പക്ഷെ ഞങ്ങൾക്ക് 2 ബാൽക്കണി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ബാൽക്കണി എനിക്കും ഒരു ബാൽക്കണി പാവലിനുമായിട്ടാണ്. ഇത് ക്ലോസ്ഡ് ബാൽക്കണിയാണ്. അപ്പോൾ ആ 2 ബാൽക്കണി നമ്മൾ 2 ഓഫീസ് സ്പേസ് ആയിട്ട് എടുത്തു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. ഞാൻ എൻ്റെ ഡെക്കറേഷൻ കലാപരിപാടികളൊക്കെ നടത്തി ഓഫീസിനെ എൻ്റെ രീതിയിൽ ആക്കുകയും ചെയ്തു. അപ്പം കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് ആലോചിച്ചതും എൻ്റെ കുറേ ഫ്രണ്ട്സ് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതായിട്ടുള്ള കാര്യമാണ്, ഏതാണ് നിൻ്റെ ലിപ്സ്റ്റിക്? അതെ. അപ്പോൾ എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പം ഒറ്റയടിക്ക് മേടിച്ചതൊന്നുമല്ല. ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്കറിയില്ല ലിപ്സ്റ്റിക്കിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പുറകിൽ എൻ്റെ കണ്ടുകൊണ്ട് വായിക്കാൻ പറ്റുന്ന ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണെന്ന്. പക്ഷേ എങ്കിലും ഞാൻ കൂടുതലും ആദ്യമൊക്കെ മേടിച്ചിരുന്ന ലിപ്സ്റ്റിക്കുകൾ ഞാൻ ഉപയോഗിച്ച് തീർക്കുമായിരുന്നു. പിന്നെയാണ് എനിക്ക് കുറച്ച് കളക്ഷൻസ് ആയി തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഇപ്പം എനിക്ക് കുറച്ചുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പം എൻ്റെ ഒരു ലിപ്സ്റ്റിക് ചരിത്രം എടുത്ത് നോക്കിയാൽ എനിക്ക് പണ്ടേ മേക്കപ്പ്, ലിപ്സ്റ്റിക്ക്, ഐ ഷാഡോ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ താല്പര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലേ തൊട്ടുള്ള കാര്യം പറഞ്ഞു. മേ ബി ഡാൻസർ ആയതുകൊണ്ടായിരിക്കാം, ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അന്നൊക്കെ അങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നത് പോലും അമ്മയ്ക്ക് ഇടണ്ട, തെളിഞ്ഞു കാണുന്നു, കുറച്ചിടുക അല്ലെങ്കിൽ ഇടുക വേണ്ട, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള റൂബി വൂൻ്റെ റെഡ് ഇട്ടിട്ട് ഇറങ്ങുമ്പോഴാണ് മുഖത്തിനൊക്കെ കുറച്ച് നമ്മുടെ ഒരു ഫ്രഷ്നെസ് കൂടും. അപ്പോൾ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ഞാനൊരു റിബല്ലായി അവരെ കണ്ടീഷൻ ചെയ്ത് എടുത്ത് അത് നല്ലതാണ്. നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ആ പോകുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യത്തിൻ്റെ നല്ലതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് ഫോഴ്സ്ഫുള്ളായിട്ട്, പക്ഷേ അവരെ ഇപ്പം നമ്മുടെ പാരൻസിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ രീതിയിലായിട്ട്, അന്നത്തെ കാലമൊക്കെ അറിയാമല്ലോ, അപ്പം അതിൻ്റെ രീതിയിലായിട്ട് മാറ്റി കൊണ്ടുവന്നതാണ്. പക്ഷെ അവർക്കിപ്പോൾ പുതിയ കാര്യങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ചെയ്യണ്ട, പുള്ളിക്കാരിക്ക് തന്നെ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ അത് പുള്ളിക്കാരിയുടെ പ്രൈവസിയാണ്. എൻ്റെ അമ്മയുടെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സോറി ഫോർ സ്നിഫിങ്. പക്ഷേ എൻ്റെ കാര്യങ്ങളിൽ എനിക്കിപ്പോൾ അമ്മ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഡിസിഷൻസ് എടുക്കുമായിരുന്നല്ലോ. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പ്രായമായപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റി അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാനും കൂടി തുടങ്ങി. ഈവൻ മുടി വെട്ടുന്ന കാര്യമാണെങ്കിൽ പോലും അങ്ങനെ ആയിരുന്നു. കുഞ്ഞിലെയൊക്കെ ബോയ്ക്കട്ടായിരുന്നെങ്കിലും മുടി വളർത്താൻ സമ്മതിക്കത്തില്ലായിരുന്നു. മുടി ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞപ്പം, അതായത് മുട്ട് വരെ ആയിക്കഴിഞ്ഞപ്പോൾ വെട്ടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ വെട്ടി അവരാരും അറിയാതെ വെട്ടി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും വെട്ടി മാത്രമല്ല, ഞാൻ സ്ട്രെയിറ്റനും കൂടി ചെയ്തിട്ടാണ് ഈ ഫ്രണ്ട് പോർഷൻ. ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഈ ക്രൗൺ പോർഷൻ സ്ട്രെയിറ്റൻ ചെയ്യുന്നത് ഒരു ട്രെൻഡായിരുന്നു. അപ്പം ആ പോർഷൻ സ്ട്രെയിറ്റനും കൂടി ചെയ്തിട്ടാണ് വീട്ടിലെത്തിയത്.
അപ്പോൾ ഭയങ്കര ബലം ഉണ്ടാവേണ്ടത് ഒന്നും ഇല്ലാണ്ടായി മാറി എന്നുള്ളത്. ബിക്കോസ് അത് എൻ്റെ മുഖത്തിന് ചേരണുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അല്ലേ. ഈ വ്ളോഗ് കുറച്ചധികം നീളും എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും സാരമില്ല, കുറച്ച് കഥ പറഞ്ഞിട്ടാവാം എന്ന് കരുതി. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് ജേർണി. മേക്കപ്പ്, മുടിവെട്ടൽ, ഹെയർ കളറിങ്. ഇപ്പം സജിത്തൻ സുജിത്തിൻ്റെ അടുത്താണ് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഹെയർ കളർ ചെയ്യുന്നത്. അപ്പം ഇപ്പം ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെയർ വെട്ടാനായിട്ട് എല്ലാ വർഷവും ഞാൻ ചെല്ലുമ്പം അവരുടെ അടുത്ത് വെട്ടും. വേറെ എവിടെ വെട്ടിയാലും എൻ്റെ മുടിക്ക് ഒരു ഗ്രോത്ത് ഇല്ലാത്ത പോലെ തോന്നും. അവിടെ വെട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൈ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാനിപ്പോൾ അവിടെ വെട്ടിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ കളർ ചെയ്തില്ലേ അങ്ങനെയുള്ള ചോദ്യമായി മാറിയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ. അപ്പയ്ക്കും എന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ട് നടക്കുന്നത് അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മ കുറച്ച് പാവ അമ്മയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ കുരുത്തക്കേടുകൾക്ക് അമ്മ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ കുരുത്തക്കേടുകളെല്ലാം അമ്മയ്ക്ക് ലേറ്റർ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പം കമ്മിങ് ബാക്ക് ടു മൈ ലിപ്സ്റ്റിക് ആണ് മെയിൻ, പക്ഷെ മേക്കപ്പിൻ്റെ കഥയും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് പണ്ട് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് ഈ മേക്കപ്പിനോടൊക്കെയുള്ള ഒരു ആരാധന കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ്സിനൊക്കെ മുമ്പ് തന്നെ എനിക്ക് ആദ്യം ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് ബോക്സ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മെറൂൺ കളറ്, ഒരു ഷൈനി ആയിട്ടുള്ള ഒരു ബോക്സ്, ഭയങ്കര ക്ലാസ്സിയാണ് നമുക്ക് കാണുന്നത്. അതിനകത്ത് ഐ ഷാഡോ, ലിപ്സ്റ്റിക്ക്, മസ്കാര, ഐലൈനർ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് എനിക്ക് മേടിച്ചു തരുന്നത് എൻ്റെ അപ്പൻ്റെ ഏറ്റവും എളിയ അനിയനായ ജോയ് അങ്കിളാണ്. അപ്പോൾ ജോയ് അങ്കിള് അന്ന് കുവൈറ്റിലോ ബഹ്റിനിലോ എങ്ങാണ്ടാണ്. അപ്പോൾ എനിക്ക് ബോധോർക്കാത്ത പ്രായത്തിൽ എന്നെ ആദ്യമായിട്ട് മേക്കപ്പിലേക്ക് എടുത്ത് കാൽവെപ്പിച്ചത് ജോയ് അങ്കിളാണ്. പക്ഷെ പണ്ട് അപ്പൻ്റെ വേറൊരു അനിയൻ്റെ ഭാര്യയുണ്ട്, ഷൈനി ആൻറ്റി കല്യാണം കഴിച്ച് ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലിയിലേക്കാണ് വന്നത്. അപ്പം ഞാനെന്തോ LKG UKG കണ്ടു. അപ്പോൾ ഷൈനി ആൻറ്റിക്കാണ് ആദ്യമായിട്ട് ഫൗണ്ടേഷൻ ക്രീമൊക്കെ ഉള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഫൗണ്ടേഷൻ ക്രീമായിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര സെർച്ചിങ് ആണ്, എല്ലാ ഷെൽഫ് തുറക്കുക. കാര്യം ഞാനൊരു മോളാണ് ആ സമയത്തൊക്കെ തറവാട്ടിൽ. ഷെൽഫ് തുറക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഷൈനി ആൻറ്റിയുടെ കല്യാണത്തിൻ്റെ ഒരു ഗോൾഡൻ ചെരുപ്പുണ്ടായിരുന്നു, അതെടുത്തിടുക. ഫൗണ്ടേഷനൊക്കെ ഒന്ന് തോണ്ടി നോക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഷൈനി ആൻറ്റിയുടെ ഫൗണ്ടേഷൻ ഞാൻ നിലത്തിട്ട് പൊട്ടിച്ചു എന്ന് തോന്നുന്നു. ഇപ്പം ഇത് ഷൈനി ആൻറ്റി കേൾക്കുന്നുണ്ടെങ്കിൽ ഷൈനി ആൻറ്റി ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ എന്താ പറയുക, കയറിയിട്ട് പരീക്ഷിക്കാൻ നോക്കണതല്ല, അത് പൊട്ടിക്കാനായിട്ടല്ല. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് എന്തോ നിലത്ത് വീണ് പൊട്ടി. അങ്ങനെ വില്ലുമിച്ചി വന്ന് തുടച്ച്. എൻ്റെ വില്ലുമിച്ചിയായിരുന്നു, എൻ്റെ അപ്പയുടെ അമ്മയായിരുന്നു എൻ്റെ എല്ലാത്തിനും എന്നെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം അതൊക്കെ തുടച്ച് തൂത്തെടുത്ത് എന്താണ് അവർ അതിൻ്റെ പുറകിൽ റീസൺ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഫൗണ്ടേഷനൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നായിരിക്കും എന്നെനിക്കറിയാം. ഷൈനി ആൻറ്റിയുടെ നെയിൽസൊക്കെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. എന്നാൽ ആദ്യമായിട്ട് ലോങ് നെയിൽസൊക്കെ കാണുന്നത് ഞാൻ ഷൈനി ആൻറ്റിയുടെയാണ്. അപ്പൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്, ഒരു ബ്രദറിൻ്റെ വൈഫാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഫോണ്ടും പിന്നെ അവിടുത്തെ അയൽവക്കക്കാർ ചേച്ചിമാരൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതും ഒക്കെ നോക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ബയോടെക്കിൻ്റെ മേക്കപ്പ് ബോക്സ് കിട്ടി വെൻ ഐ വാസ് ഇൻ 5th സ്റ്റാൻഡേർഡ് ഓർ സംതിങ്. പക്ഷേ പിന്നെ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ തൊട്ടും തോണ്ടിയൊക്കെ ഇരിക്കാൻ നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട്, ബട്ട് ലേറ്റർ ഞാൻ പള്ളി പോകുന്നത് വരെ ഐ ഷാഡോ, അതും പർപ്പിൾ ഐ ഷാഡോ 5ാം ക്ലാസ്സിലല്ലാന്ന് തോന്നുന്നു, 6, 7 തോന്നുന്നു എനിക്ക് ആ ബോക്സ് കിട്ടി. എനിക്ക് ഓർമ്മയില്ല കേട്ടോ ശരിക്കും. പിന്നെ പർപ്പിൾ കളർ ഐ ഷാഡോ, ലിപ്സ്റ്റിക്ക് ലൈറ്റായിട്ട് എടുത്തുള്ളെങ്കിലും എനിക്കിതൊക്കെ ഇടണം. എനിക്ക് മാക്സിമം എനിക്ക് പണ്ടേ കുഞ്ഞിലൊക്കെ ചുമ്മാ ഇങ്ങനെ എന്നൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരുമെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ആ ഫ്രീ എനിക്ക് കിട്ടിയ സാധനം കൊണ്ടാണ് ഞാൻ കുറേ നാൾ ജീവിച്ചത്. അങ്ങനെ പിന്നെ പണ്ട് ഗ്ലോവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പോക്കറ്റ് മണിയൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറയാമല്ലോ, സ്വന്തമായിട്ട് സാലറി കിട്ടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ മേടിക്കുന്നത്. ആദ്യമൊക്കെ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. പിന്നെ ഞാൻ അത് പതിയെ ഓരോരോ സമ്മർ, ഇവിടെ നമുക്ക് സമ്മർ, വിൻ്റർ, ഓട്ടം, സ്പ്രിങ് അങ്ങനത്തെ ക്ലൈമറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഡ്രസ്സുകളാണെങ്കിൽ പോലും എനിക്ക് നാട്ടിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. വിൻ്റർ അല്ലെങ്കിലും തണുപ്പില്ലെങ്കിലും ആ കോൺസെപ്റ്റൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട്
നമ്മൾ ഈവൻ നമ്മളിടുന്ന ഇപ്പം ഓട്ടമാണ്, ഇലകൾ കൊഴിയുന്നത്, അപ്പം നമ്മൾ കുറച്ചും കൂടി ഇങ്ങനത്തെ കളേഴ്സും അല്ലെങ്കിൽ പേസ്റ്റൽസും ഒക്കെയാണ്. സ്പ്രിങ്ങിൽ ബ്ലൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലവറിങ് അപ്പോഴാണ് കുറച്ചും കൂടി പേസ്റ്റൽസിന് ഇമ്പോർട്ടൻസ്. ഇപ്പം നമ്മൾ കുറച്ചും കൂടി ബ്രൗണിഷ് അങ്ങനെയൊക്കെയാണ്. പിന്നെ വിൻ്ററിൽ നല്ല രീതിയിൽ പേസ്റ്റൽസ്, വൈറ്റ്, ബ്ലാക്ക്, ബേജ് അങ്ങനത്തെ കളേഴ്സാണ്. ഇതൊക്കെ കോസ്റ്റ്യൂംസിൻ്റെ കളേഴ്സാണ്. സമ്മറിൽ വൈബ്രൻറ്റ് കളേഴ്സ്, അതാണ് ഇവിടുത്തെ ഒരു ഇത്. നമ്മളല്ലാതെ ഇട്ടിട്ട് പോയാൽ എനിക്ക് തന്നെ ഒരു ഓഡ് വൺ ഔട്ടായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സൊക്കെ മേടിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ബെഡ്റൂമിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു ഡ്രസ്സിങ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലം. പക്ഷെ ഞാൻ അവിടെ നിന്ന് മാറി. ഞാൻ അവിടെ നിന്ന് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ആ മിറർ ടേബിൾ ഞാൻ കൂടെ കളഞ്ഞു. ബിക്കോസ് അത് ഞാൻ അവിടെ ഇരിക്കാറേയില്ല. ഞാനതെല്ലാമായിട്ട് ഇവിടെ എൻ്റെ ഓഫീസ് സ്പേസിൽ തന്നെ വന്നിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് എൻ്റെ ഓഫീസ് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. മേക്കപ്പിനോട് എനിക്ക് താല്പര്യമുണ്ടായതുപോലെ തന്നെ എനിക്ക് താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഓർണമെൻറ്റ്സ്. പണ്ടൊക്കെ കുഞ്ഞിൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കണ്ണാടിയിൽ ഡാൻസ് കളിക്കുക, ഉള്ള കൊന്തയൊക്കെ വെട്ടി ഞുറുക്കി തലയിലൊക്കെ എടുത്ത് വെച്ച് ഓർണമെൻറ്റ്സ് ആയിട്ട് ഇടുക. പിന്നെ എൻ്റെ അപ്പൻ്റെ വേറൊരു അനിയനുണ്ട്, ബാബു അങ്കിൾ. ബാബു അങ്കിൾ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് രാത്രിയൊക്കെയാണ് ആൾ വരിക. അപ്പോൾ വരുമ്പോഴത്തേക്കിനും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ഷീറ്റിൽ, അന്നൊക്കെ അത് വലിയ കാര്യം, ഞാൻ കുഞ്ഞാ, LKG. അപ്പോൾ ഇങ്ങനെ ഷീറ്റിൽ സ്റ്റഡുകൾ, ഷീറ്റ് മാല പോലെയാണ് കൊണ്ടുവരിക. പിന്നെ ജോസ് അങ്കിളും അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഈ സ്റ്റോൺസിൻ്റെ മാല, അതൊക്കെയായിരുന്നു എനിക്ക് വലിയ കാര്യങ്ങൾ. ഇന്ന് നമുക്ക് ഒത്തിരി ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് അതിനോടുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തത്. പക്ഷേ എനിക്ക് അന്ന് അതൊക്കെ എൻ്റെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ ചാടി എഴുന്നേറ്റ് എക്സൈറ്റഡ് ആയിട്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു കേട്ടോ. അതായത് നമുക്ക് ഈ ട്രാവൽ ചെയ്യാൻ ഒക്കെ ഇഷ്ടമായിരുന്നില്ലേ, പക്ഷെ ഇന്ന് ഇഷ്ടമാണ്. പക്ഷെ അന്നത്തെ ആ ഒരു കുട്ടി എക്സൈറ്റ്മെൻറ്റ്, ഈ രാത്രി ഉറക്കമില്ലാതെ വീഗലാൻഡിൽ പിറ്റേ ദിവസം ടൂറാണെങ്കിൽ ആയിരിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, അതൊന്നും ഇന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. എൻ്റെ ട്രാവലിംഗ് കഥയുടെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇടാം. പക്ഷേ അപ്പം ഇന്ന് നമ്മുടെ മേക്കപ്പ് കഥകളാണ്. അപ്പം പൗഡറൊക്കെ ചാലിച്ച് ഇവിടെയൊക്കെ കുത്തി, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഓർണമെൻറ്റ്സിനോട് അത്ര മോഹമില്ല. പക്ഷേ എനിക്കൊരു സെറ്റ് ഓഫ് ഓർണമെൻറ്റ്സ് ഇത് ഇവിടെ ഇരിപ്പുണ്ട്. സ്വർണ്ണമൊന്നുമല്ല, എനിക്ക് സ്വർണ്ണം ഇഷ്ടമല്ല. ഐ ഓൺലി ഹാവ് 2 റിങ്സ്, 2 ഡയമണ്ട് റിങ്, അല്ലാതെ എൻ്റെ കയ്യിൽ സ്വർണ്ണത്തിൻ്റെ വേറൊന്നുമില്ല. ഇന്ന് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഇതിലേക്ക് പോകാം. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഒന്നും ഇടാതെയാണ് പോകുന്നത്. പണ്ടൊക്കെ കഴുത്തിലൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അമ്മ വഴക്കല്ല, ഒരു കംപ്ലൈൻറ്റ് പറയായിരുന്നു. ഇന്ന് പക്ഷെ ഒന്നും പറയാറില്ല. അതൊക്കെ ഇടുമ്പോൾ എനിക്കെന്തോ ഏച്ച് കിട്ടിയാൽ മുഴിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ ട്രഡീഷണൽ ഇന്ത്യൻ വെയർ സാരിയുടെയൊക്കെ കൂടെ ഞാൻ ഇടാറുണ്ട് കേട്ടോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിലേക്ക് പോവാം. അപ്പം എൻ്റെ ഇവിടെ ഒരു സെറ്റ് ഓഫ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ഉള്ളത് കേട്ടോ. അപ്പം ഞാനെല്ലാം എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. ഞാനിതിവിടെ ഇങ്ങനെ വയ്ക്കാം, ബിക്കോസ് ദാറ്റ് ഈസ് മോർ ഈസി ഫോർ മീ ടു ഷോ യു ഗൈസ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ ഏറ്റവും അവസാനം കാണിച്ചു തരാം. അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിട്ടുള്ളത്. അതായത് സോ മച്ച് ഡിമാൻഡ് ചോദിച്ചിട്ടുള്ളത്. അതായത് ചില ലിപ്സ്റ്റിക്കുകൾ, ഞാനിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഞാൻ ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ചില ലിപ്സ്റ്റിക്സ് ഞാൻ എൻ്റെ മുഖത്തിട്ടാൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ചേരും, എല്ലാ വെതറിലും ചേരും. മുഖത്തിനൊരു കോംപ്ലക്ഷനോ ഡിഫറൻസ് വരും, നമ്മൾ ഫ്രഷ് ആയിട്ട് തോന്നും. അതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ലിപ്സ്റ്റിക്ക് ഞാൻ അവസാനം കാണിച്ചു തരാം. അതിൻ്റെ 2 കുപ്പി ഞാൻ ഓൾറെഡി തീർത്ത് കഴിഞ്ഞു. 2 മാറ്റ് ഫിനിഷ് ഞാൻ ഓൾറെഡി തീർത്ത് കഴിഞ്ഞു. പക്ഷേ അതിന് മുമ്പ് ആ ഒരു കളർ, ഒരു ബ്രാൻഡിലെ ആ ഒരു കളറ് സാറ്റിൻ ഫിനിഷിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ഇപ്പോൾ മാറ്റ് ഫിനിഷിലാണ് എനിക്കിഷ്ടം. സാറ്റിൻ ഫിനിഷിൽ ഞാൻ ഉപയോഗിക്കൽ നിർത്തി, ബിക്കോസ് ഭയങ്കര ശനിയായിരുന്നു. സോ ഐ വിൽ ഗോ വിത്ത് മൈ ഫസ്റ്റ് ലിപ് കളർ. ഞാൻ കുറച്ചൊക്കെ എടുത്ത് ബിന്ദുവിന് കൊടുത്തിട്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറേയില്ല. സോ ഇതാണ് നമ്മൾ ഇവിടെ സ്പ്രിങ് ഓട്ടംനൊക്കെ ഞാൻ ഇതല്ല കേട്ടോ യൂസ് ചെയ്തിരുന്ന, ഇപ്പോഴും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നമ്മളുടെയൊക്കെ ഒരു കോംപ്ലക്ഷന് നന്നായിട്ട് ചേരും, പിന്നെ ഫെയർ ആയിട്ടുള്ള കോംപ്ലക്ഷനും ചേരും, കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കോംപ്ലക്ഷനും എല്ലാത്തിനും ചേരുന്ന ടൈപ്പ് ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ആണ് മാക്കിൻ്റെ വേൾ എന്നാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പേര്. അപ്പോൾ ഇത് ഒരു ന്യൂഡ് ബ്രൗൺ അല്ല, ഒരു ചോക്ലേറ്റി അല്ല, ഒരു ഷെയ്ഡാണ്. ഇത് നല്ലതാണ്, നമ്മളെ കുറച്ചൊന്ന് വാഷ് ഓഫ് ചെയ്യണ പോലെ തോന്നും. അപ്പോൾ ഒരു ലിപ്പ് ലൈനർ ഇട്ടിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. കുറച്ച് ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ളവർക്ക് ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വാഷ് ഔട്ട് ആയ പോലെ തോന്നും. അപ്പോൾ ഒരു ലിപ്പ് ലൈനർ, എനിക്കൊരു ബോബി ബ്രൗണിൻ്റെ ഒരു എല്ലാത്തിനും ചേർന്ന് പോകുന്ന ഒരു ലിപ്പ് ലൈനറുണ്ട്. ഇതിൻ്റെ നമ്പരൊന്നുമില്ല. എന്തായാലും ഇതുപോലത്തെ ഒരു ലിപ്പ് ലൈനറാണ് ഞാൻ എല്ലാത്തിനും ബോബി ബ്രൗണിൻ്റെ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഞാൻ ലിപ്പ് ലൈനർ നോർമലി ഉപയോഗിക്കാറില്ല, പക്ഷേ ഇതുപോലത്തെ ലിപ്സ്റ്റിക്സ് ഇടുമ്പോഴത്തേക്കിനും നല്ലതാണ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ലിപ്സ്റ്റിക്, വേൾ മാക്കിൻ്റെ. Then this is my second lipstick. This is again Burning Love. ഇതും മാക്കിൻ്റെ മാറ്റ് ഫിനിഷുള്ള ബേണിംഗ് ലവ് എന്നുള്ള 305 അതാണ് നമ്പർ. ബേണിംഗ് ലവ് എന്നുള്ള ഷെയ്ഡാണ്. ഇതൊരു പൗഡർ കിസ് ലിപ്സ്റ്റിക് ആണ്, അതായത് ഇതൊരു പൗഡർ ഫിനിഷാണ്. ഇത് മാറ്റല്ല, സാറ്റിൻ അല്ല. സാറ്റിൻ ഇൻ ദ സെൻസ് കുറച്ച് ഷൈനി, പക്ഷെ ഭയങ്കര ഷൈനി, പിന്നെ ഗ്ലോയി അല്ല. ഇത് ഒരു പൗഡർ ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. വെരി നൈസ് ഷെയ്ഡ്. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ചേരും. പർപ്പിളൊന്നും അല്ല, ഭയങ്കര രസമാണ്. ചുണ്ടത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, വെൽവെറ്റൊക്കെ വെച്ച പോലെ ആ ഒരു ഫീലിംഗാണ്. ഞാനിതെല്ലാം ഇട്ട് കാണിക്കുന്നില്ല, പിന്നെ ഇത് മാച്ച് പിന്നെ ഇടുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ആ എക്സാക്ട് ഷെയ്ഡും കിട്ടാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഇത് വെരി 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 അമേസിങ് ലിപ് ഷെയ്ഡാണ്, ബേണിംഗ് ലവ്. പിന്നെ എൻ്റെ അടുത്ത ഫേവറേറ്റാണ് അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ മൗഡ് MAUDE മൗഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇത് തീരാറായി, ഞാൻ ഉപയോഗിച്ച് തീരാറായി. അത്രയും നല്ലതാണ്. ഞാനിത് ഒത്തിരി നാൾ മുമ്പ് മേടിച്ച ഒരു ലിപ്സ്റ്റിക് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇത് ഇടുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആവും, പെട്ടെന്ന് സെറ്റാവും ലിപ്പിൽ, ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. മാക്കിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം, ഹാവ് ടു സേ. ഈ ഒരു സാധനം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു മേക്കപ്പ് റിമൂവർ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ച് കളയാം. പക്ഷേ ഇത് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡ് ആണെങ്കിൽ കൂടിയും നമ്മുടെ സ്കിന്നിനെ ഇപ്പോൾ ഡാർക്ക് ഇടുമ്പം നമ്മൾ കുറച്ച് ഡാർക്കായി പോകുന്നു തോന്നുന്നു. അല്ല, നമ്മുടെ ഇവിടെ കുറച്ച് ഡാർക്ക് ആകുമ്പോൾ ഇവിടെ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഡിഫറൻസ് ശരിക്കും വേരിയേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. അടുത്തത് എൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് കൈൻഡ് ഓഫ് മാക്കിൻ്റെ പൗഡർ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നില്ലേ, ബേണിംഗ് ലവ്, അതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. ഷനേലിൻ്റെയാണ് റോസ് അല്യൂർ ലിക്വിഡ് പൗഡർ നമ്പർ 964. ഈ ലിപ്സ്റ്റിക്ക് ഇതും ഞാൻ ഒത്തിരി നാൾ ഈ അനസ്തേഷ്യ ബെവർലി ഹിൽസൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മേടിച്ചതാണ്. ഇതൊരു പൗഡർ ലിപ്സ്റ്റിക്കാണ്, ഷനേലിൻ്റെയാണ്. ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ടിപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പൗഡർ ഇങ്ങനെ ഒഴുകി വരും.
ഇറ്റ്സ് എൻ അമേസിങ് കളർ, ഹാവ് ടു സേ. പക്ഷേ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേച്ച് കൊടുക്കണം. പിന്നെ അന്നത്തെ ഒരു നമ്മുടെ സിനിയൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും പണ്ടുണ്ടായിരുന്ന ഒരു പൂതിക്ക് മേടിച്ച സാധനമാണ്. പക്ഷേ ഇന്നും തീർന്നിട്ടില്ല. അപ്പം ഞാൻ എന്തോരം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. അടുത്തതാണ് നമ്മുടെ ഹുഡ ബ്യൂട്ടിയുടെ തേർഡ് ഡേറ്റ്. ഇതും ഇതുപോലെ സ്പ്രിങ്, ഓട്ടം, പിന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ലൈമറ്റിനും ഉപയോഗിക്കാൻ പറ്റും. വെരി അമേസിങ്. ഒരു പിങ്ക് അല്ല, ബ്രൗൺ അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡിലുള്ള, പക്ഷേ ഇതെന്തോരം നല്ലതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. തീർന്നു ഗൈസ്, മൊത്തം തീർന്നു. പക്ഷേ ഞാനിത് രണ്ടാമത്തെ മേടിച്ചിട്ടാണ് തീർന്നിരിക്കുന്നത്. ബിക്കോസ് ഇത് അത്രയും നല്ലതാണ്. തേർഡ് ഡേറ്റ് ഹുഡ ബ്യൂട്ടിയുടെ അത്ര ബ്യൂട്ടിഫുള്ളാണ്. കുറച്ച് നല്ല ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. ബ്രൗൺ, വീറ്റിഷ്, ഡാർക്ക് എല്ലാവർക്കും നല്ലതാണ്. നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇത് പറയുന്ന പോലെ മുഖം വെളുത്തിരിക്കണം അതല്ല, നമ്മുടെ സ്കിന്ന് ഏറ്റവും നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ് നമ്മൾ എപ്പോഴും ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഫ്രഷ്നെസ്, പൂവൊക്കെ വിരിഞ്ഞ് വരുന്ന പോലെ തോന്നണ്ടേ, ആ ഒരു സാധനമാണിത്. എൻ്റെ ലിപ്സ്റ്റിക്സ് എല്ലാം അങ്ങനത്തെ ആട്ടോ. പിന്നെ അടുത്തത് ഹുഡ ബ്യൂട്ടിയുടെ തന്നെ ഭയങ്കര, മറ്റേത് കുറച്ച് മാറ്റല്ല, പക്ഷെ നോർമൽ സാറ്റനും അല്ല, ഇൻ ബിറ്റ്വീൻ ഉള്ളതാണ്. ഇത് പ്യുർ ക്രീം ലിപ്സ്റ്റിക്കാണ്, സാറ്റൻ അല്ല, ക്രീം ലിപ്സ്റ്റിക്കാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ലിപ് ഗ്ലോസ് ഇട്ട പോലെ തോന്നും, പക്ഷെ ലിപ്സ്റ്റിക്ക് കുഴച്ച് മറിച്ച് ലിപ് ഗ്ലോസ് ഇട്ട പോലെ തോന്നുന്ന ലിപ്സ്റ്റിക്കാണ് ഇത്. ഡാർക്ക് സ്കിൻ കോംപ്ലക്ഷൻ ഉള്ളവർക്ക് നല്ലതാണ്, വീറ്റിഷും നല്ലതാണ്. ബട്ട് ഐ വുഡ് സേ ഇത് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ചേരുന്നത് ഒരു വീറ്റിഷ് കളറും അതിൻ്റെ മുകളിലേക്കുള്ള കളറിനും ആയിരിക്കും ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചേരുന്നത്. ബിക്കോസ് ഇത് സ്കിന്നുമായിട്ട് സെയിം കളറായിട്ട് തോന്നും നമുക്ക് കുറച്ച്. ഇതിൻ്റെ പേരാണ് ബോസ് ചിക്ക് ക്രീം ലിപ്സ്റ്റിക്. ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, ഭയങ്കര ക്രീമിയാണ്. ഇത് ഞാൻ ഇത്രയേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ബോസ് ചിക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ട്രൈ ചെയ്ത് നോക്കാം. ഇത് കണ്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര ക്രീമിയാണ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും, പക്ഷെ ഇതിങ്ങനെ എണ്ണ ഒലിച്ച് വരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ടിപ്പിൽ. നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വെതറിനൊക്കെ സൂപ്പറാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ അനസ്തേഷ്യ ബിവർലി ഹിൽസിൻ്റെ പോലെയോ ഇതുപോലെയോ ഫുൾ ടൈം ഇരിക്കത്തില്ല. ഇത് ഞാൻ കാണിച്ചു തരാം, ഇത് വരുന്നേ ഉള്ളൂ. അടുത്ത ലിപ്സ്റ്റിക്കാണ് സ്മാഷ് ബോക്സിൻ്റെ ബി ലെജൻഡറി ലിപ്സ്റ്റിക്. ഇത് നമ്മുടെ ഹുഡ ബ്യൂട്ടിയുടെ തേർഡ് ഡേറ്റ് പോലത്തെ തന്നെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിരുന്നത്. ബിക്കോസ് ഇതൊക്കെ എൻ്റെ 1-2 ലിപ്സ്റ്റിക്കുള്ള കാലഘട്ടത്തിലുള്ള ലിപ്സ്റ്റിക്സാണ്. ഇതിങ്ങനെയായിരിക്കുന്നത്. ഇത്രയും തീർത്തിട്ടുണ്ട്. എൻ്റെ ലിപ്സ്റ്റിക്കുകളൊക്കെ കണ്ടില്ല, ഞാൻ മാറി മാറി ഇടുന്നത് കൊണ്ട് കുറേയൊക്കെ പകുതി, കുറേയൊക്കെ തീരാറായി, കുറേയൊക്കെ തീർന്നു. പക്ഷേ ഞാനതൊക്കെ വെച്ചുകൊണ്ടിരിക്കും സോ ദാറ്റ് എനിക്ക് ആ ഷെയ്ഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ എല്ലായിടത്തും കിട്ടും. ഹാവ് ടു സേ എൻ്റെ ലിപ്സ്റ്റിക്സൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നാട്ടിൽ ഒരു 3000+ to 10,000 വരുന്ന ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ കൂടുതലുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആയിരുന്നു ഈ അല്ലാത്തതൊക്കെ യൂസ് ചെയ്ത്. കാര്യം ഞാൻ റെഗുലർലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. വേറെ ഒരു പ്രോഡക്ട്സ് യൂസ് ചെയ്തില്ലെങ്കിലും റെഗുലർലി ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ടിന് ഹാനികരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാനിടില്ല. സോ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കാതിരുന്നാൽ മതി. കുറച്ചൊന്ന് സേവ് ചെയ്ത്, ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഇൻകമിന് ഇത് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും കുറച്ചൊന്ന് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ലിപ്സ്റ്റിക്ക് മേടിക്കും. നല്ലൊരു ലിപ്സ്റ്റിക്ക് മതി നമുക്ക് ഏതൊരു ഇവൻറ്റിനും പോകാൻ. ആ ലിപ്സ്റ്റിക്ക് വരും, ഞാൻ കാണിച്ചു തരാം. പിന്നുള്ളതാണ് സ്മാഷ് ബോക്സിൻ്റെ തന്നെ another one. It's very dry and matty. This is called ബെസോസ് എന്നാണ്. ഇത് ഞാൻ നേരത്തെ ഏതൊരു വ്ളോഗിൽ കാണിച്ചിട്ട് തോന്നുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇത് ഭയങ്കര ഡ്രൈ ആണ്. ഇതുണ്ടോ, ഇത് മെയിൻലി സമ്മർ വെയർ ആണ്. ഇതൊരു ഭയങ്കര പിങ്ക്, ഫ്ലൂറസെൻറ്റ് പിങ്ക് ആണ്. പക്ഷേ ഇത് നമ്മുടെ കളറിന് ഭയങ്കരമായിട്ട് ചേരും. നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ കളേഴ്സൊന്നും നമുക്ക് ചേർത്തില്ല എന്ന്. ഇല്ല, നന്നായിട്ട് ചേരും. പക്ഷെ ഇത് കുറച്ച് ദിവസം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചുണ്ടത്തേക്ക് ഇത് വരില്ല, അത്ര ഡ്രൈ ആയിപ്പോവും. കുറച്ചപ്പോൾ ഒന്ന് എന്തെങ്കിലും ഓയിലിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി.
So Bezos is my next one. Then I would show you the next lipstick of mine. ഇത് ഞാൻ പിന്നെ കാണിക്കാം. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റിലുള്ളതാണ്, അത് ഞാൻ ലേറ്റർ കാണിക്കാം. അനദർ വൺ ഓഫ് മൈൻ ഇസ് ഡീവ. ഡീവയാണ് എൻ്റെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ഇത് ഒരു ക്രീമി മാറ്റയാണ്, പ്രോപ്പർ ഭയങ്കര സ്മജ് ചെയ്ത് നന്നായിട്ടിരിക്കുന്ന മാറ്റയല്ല, ഇത് ഒരു ക്രീമി മാറ്റയാണ്. ഇതൊക്കെ ഗൈസ് മാക്കിൻ്റെ ഈ ലോങ് ലാസ്റ്റിംഗ് ലിപ് വെയർ അല്ലാത്ത ഇതുപോലത്തെ ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ ബാഗിലിട്ടേക്കുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, കംഫർട്ടബിൾ ആണ്, ലിപ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ യു ഹാവ് ടു വെയർ ഇറ്റ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇതാണ് ഡീവ. ഡീവയുടെ നമ്പർ ഒരു പർപ്പിൾ ഷെയ്ഡാണ്. പക്ഷേ നമ്മുടെ ബേണിംഗ് ലവ് ഉണ്ടായിരുന്നില്ലേ, ആ ഷെയ്ഡിനേക്കാളും ഡിഫറെൻ്റ് ആണ്. ഇതൊരു വൈൻ റെഡ് കളറാണ് കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോൾ പൗഡറി പർപ്പിൾ കളർ പോലെയാണ്. ഇത് രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും ചുണ്ടിലിട്ടാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് വേറൊരാൾ കണ്ട് അതിഷ്ടപ്പെട്ട് അത് മേടിച്ച് അതേ എഫക്റ്റ് നിങ്ങളുടെ ചുണ്ടിലുണ്ടാവണം എന്നില്ല. ബിക്കോസ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അണ്ടർ ടോൺ. എനിക്ക് ബ്യൂട്ടി ടിപ്സ് ഒന്നും പറയാൻ അറിയില്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഒരു ടോൺ, പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ കളർ, നമ്മുടെ ചുണ്ടിനൊരു കളറുണ്ട്, അതുമായിട്ട് മിക്സപ്പ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. ചില കളറ് എൻ്റെ ചുണ്ടിന് ഭയങ്കരമായിട്ട് ചേരും. അത് വേറെ ആൾക്കാർ കണ്ടിട്ട് അത് മേടിക്കാൻ പോയിട്ട് ചിലപ്പോൾ അതേ ചേർച്ച ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ വേറൊരാളുടെ കണ്ടിട്ട് ഞാൻ പോയി കാശ് കൊടുത്ത് മേടിച്ച് അതിന് അതേ ചേർച്ച ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ലിപ്സ്റ്റിക്കുകൾ ഓൺലൈനിൽ മേടിക്കുന്നതിന് മുമ്പ് കടയിൽ പോയി ട്രൈ ചെയ്യുക. ഓൺലൈനിലൊക്കെ കുറച്ചും കൂടി കടയിനേക്കാളും വില കുറവാണ്. പക്ഷേ ഓൺലൈനിൽ മേടിക്കുന്നതിന് മുമ്പ് കടയിൽ പോയി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ചുണ്ടിന് ചേർന്നാൽ മാത്രം മേടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് പോകും. ലിപ്സ്റ്റിക്ക് തന്നെയല്ല മോസ്റ്റ് ഓഫ് ദ മേക്കപ്പ് പ്രോഡക്ട്സ്. ദെൻ നെക്സ്റ്റ് വൺ എൻ്റെ കയ്യിലുള്ളത് ഒരു ലിപ് ഗ്ലോസ് ആണ്. ബോബി ബ്രൗണിൻ്റെ ആണ്. ക്രഷ്ഡ് ഓയിൽ ഇൻഫ്യൂസ്ഡ് ഗ്ലോസ് റോക്ക് ആൻഡ് റെഡ്, അതാണ് ഇതിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഈ കാണുന്ന പോലെയല്ല, ഇത് റെഡ് കളറായിട്ട്, റെഡ് ഒരു ബ്രിക്കില്ലേ ഇഷ്ടികയുടെ, അപ്പം എനിക്ക് ഈ അത് തന്നെ ഇത് കളർ തന്നെ തോന്നുമെങ്കിൽ നമ്മുടെ ചുണ്ടത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലിപ് ബാം തേച്ച ഒരു പ്രതീതിയേ ഉണ്ടാവുള്ളൂ. സ്റ്റെയിനൊന്നുമല്ല. സ്റ്റെയിനൊക്കെ മേടിക്കാൻ ഉള്ളത് എനിക്കിനി പോയി മേടിക്കണം ഒരു നല്ല സ്റ്റെയിൻ. പക്ഷെ ഇത് സ്റ്റെയിൻ അല്ല, ഇത് നോർമൽ ഗ്ലോസ് ആണ് ഗൈസ്. കണ്ടോ, നല്ലതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഹാവ് ടു സേ. വൈകുന്നേരം വരെയൊക്കെ ചുണ്ടിന് ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ടാവും. ഇത് പോവെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പോവെങ്കിലും ചുണ്ട് നല്ല പാമ്പേർഡായിട്ടിരിക്കും. ഇതാണ് ബോബി ബ്രൗണിൻ്റെ ലിപ് ഗ്ലോസ്. ദെൻ അടുത്തതായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് ഇത് മെൽറ്റഡ് ടു ഫേസ്ഡിൻ്റെ ആണ്. ടു ഫേസ്ഡിൻ്റെ മാറ്റേ ഐ ഷാഡോ കം ലിപ്സ്റ്റിക് ആണ്. നമുക്ക് കണ്ണിലിടാം, ചുണ്ടിലിടാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ ഒരു ലൈറ്റ് കളറാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് നൈക്കയിൽ നിന്ന് മേടിച്ചതാട്ടോ. ടു ഫേസ്ഡിൻ്റെ മെൽറ്റഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്. ഇത് അനസ്തേഷ്യ ബിവർലി ഹിൽസിൻ്റെ പോലെയാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല, ഇത് ഭയങ്കര ഡാർക്കിലേക്ക് പോകും. ഇത് ഭയങ്കര ലൈറ്റാണ്. പിന്നെ നമ്മളതിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ ഒരു ടിൻറ്റ് പോലെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മളിങ്ങനെ ഷാർപ്പായിട്ട് ചെയ്യാതെ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണിത്. ടു ഫേസ്ഡിൻ്റെ ആണ്. എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ ഇരിക്കും. ഐ ഷാഡോ ആയിട്ട് ഇടാം, ഹൈലൈറ്റ് ആയിട്ട് ഇടാം, ചുണ്ടത്തും ഇടാം. നല്ലതാണ്. നെക്സ്റ്റ് വൺ ആണ്, this is one of my favorite, which is one of my recent purchases as well. This is Fanny Beautyയുടെ കുക്കി ജാർ ക്രീമാണ്. ഇതിൻ്റെ ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ്, കളർ. ഇത് ഭയങ്കര ഗ്ലോസിയാണ്. ഭയങ്കര ഗ്ലോസി ഇൻ ദ സെൻസ് ഭയങ്കര 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 ഗ്ലോസി. അപ്പം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ജസ്റ്റ് ഒന്ന് തേച്ചാൽ വേറൊരു കളറും വരും. നമുക്ക് വിൻ്ററിലൊക്കെ ചുണ്ട് ഡ്രൈ ആവാതെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ചുണ്ട് ഡ്രൈ ആവില്ല കേട്ടോ. പക്ഷെ ചുണ്ട് ഡ്രൈ ആവണ വേറെ ഏത് ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലും ഇതിടാം. പക്ഷേ ചുണ്ട് ഡ്രൈ ആയില്ലെങ്കിലും ഇത് മാത്രമായിട്ട് ഇട്ടാലും നല്ല കളറുണ്ട്. കളർ ഇൻ ദ സെൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ഗ്ലോസിയാണ്. ഫാനി ബ്യൂട്ടിയുടെ
എന്താണ് കുക്കി ജാർ. നല്ല കളറാണ്. ഐ വുഡ് റെക്കമെൻഡ്. എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ കളറും ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാര്യം ഞാൻ അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ ഇനി വരുന്നതാണ് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്, അതായത് വർഷങ്ങളായിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഞാൻ എവറി ഡേ യൂസ് ചെയ്യുന്നതല്ല. ഒരു ഇന്ത്യൻ വെയർ ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഒക്കെ പോകുമ്പോഴും ഇടുന്നതാണ് മാക്കിൻ്റെ റൂബി വൂ മാറ്റ് ലിപ്സ്റ്റിക്. ദിസ് ഈസ് അമേസിങ്. ദിസ് ഈസ് എ റെഡ് കളർ. ഇറ്റ്സ് ലൈക്ക് ചില്ലി റെഡ്. ചില്ലി വേറൊരു ഷെയ്ഡുണ്ട്, അതെനിക്കില്ല. പക്ഷെ ഇത് എൻ്റെ കോംപ്ലക്ഷനും ഡാർക്കസ്റ്റ് കോംപ്ലക്ഷനും ഫെയർ കോംപ്ലക്ഷനും എല്ലാ കോംപ്ലക്ഷനും ചേരും. പക്ഷേ എൻ്റെ ചുണ്ടിലിടുന്ന കളർ വേറെ ആൾക്കാരുടെ ചുണ്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മേടിക്കുമ്പോൾ വീട്ടിൽ കടയിൽ പോയി ഇട്ട് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. ദിസ് ഈസ് E19, ബട്ട് ദിസ് ലുക്സ് സോ ഡാർക്ക്, സോ 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 ഡാർക്ക്, സോ ഡാർക്ക്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ടീനു, അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആവണതിന് മുമ്പ് ഇതൊക്കെ ചുണ്ടത്ത് അവൾക്ക് ലൈറ്റ് കളേഴ്സ് ഇഷ്ടം. ഇതിടുമ്പോഴത്തേക്കിനും അവൾ വിചാരിക്കും അയ്യോ ഇത് ചേരുമോ, പക്ഷെ ഇത് ചേരും, അവൾക്കും ചേരും. റെഡ് കളറ്, ബോൾഡ് റെഡ് കളർ ഇട്ട് പുറത്ത് പോകാൻ താല്പര്യമില്ലാത്തവരെല്ലാവരും ഇത് വേണം ആദ്യം ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ 100 അല്ല 120% റെക്കമെൻഡ് ചെയ്യുന്നു. ബിക്കോസ് റെഡിനോടുള്ള ഇതൊരു പ്രത്യേക റെഡാണ്. ഇത് നോർമൽ റെഡല്ല. മാക്കിന് തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് റെഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇന്ത്യക്കാരെല്ലായിടത്തും ഇവിടെ കടയിൽ പോകുമ്പോഴത്തേക്കിനും റെഡ് എന്ന് പറഞ്ഞിട്ടാണ് പോവുക. പക്ഷേ എനിക്ക് റെഡ് ഇഷ്ടമല്ല നോർമലി. പക്ഷേ ഈ ഒരു സാധനം, ഇത് ഞാൻ എൻ്റെ ജീവിതകാലം മാക്ക് നിർത്തുന്നത് വരെ മേടിക്കുന്ന ഒരു ഷെയ്ഡായിരിക്കും റൂബി വൂ. ഇത് മാത്രം ഇട്ട് നാട്ടിലെ ഹ്യൂമിഡ് ക്ലൈമറ്റിന് ഇത് മാത്രം ഞാനിടും. പാർട്ടി ഇല്ലെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലും. ഇപ്പം എൻ്റെ അനിയൻ്റെ കല്യാണം വന്നായിരുന്നു, ഇത് മാത്രം ഞാൻ ഫൗണ്ടേഷൻ പോലും ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് മാത്രമാണ് ഇട്ടിരുന്നത്. എനിക്ക് എന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല. മുഖം ഭയങ്കര ബ്ലൂം ചെയ്തിരിക്കുന്ന ഒരു കളറാണ് റൂബി വൂ. ട്രൈ ദിസ് ഗൈസ്, സോ ഗുഡ്. നെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞു വന്നിരുന്ന എൻ്റെ ബോബി ബ്രൗണിൻ്റെ ഷെയ്ഡ്. ഞാൻ ഇത് രണ്ടും അല്ല ഇത് അടുത്ത ഷെയ്ഡ്, അതും കൂടി കാണിച്ചിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഇതിൻ്റെ ബോബി ബ്രൗണിൻ്റെ ആണ്. ഇത് ലക്സ് ലിപ് കളർ ഹിബസ്കസ് B38. ഹിബസ്കസ് പോലെയാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതൊരു നമ്മുടെ ഈ നൂഡ് എനിക്ക് അത്ര അങ്ങോട്ട് ചേരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിങ്കിലേക്ക് പോകുന്ന ഷെയ്ഡ്സാണ് മേടിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ചുണ്ടത്തിടുമ്പോൾ ഒന്നും ഇല്ല. പക്ഷേ ഇത് ഭയങ്കര സാറ്റിൻ ലിപ്സ്റ്റിക്കാണ്, നല്ലതാണ്. ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ മനസ്സിലാവുന്നുള്ളൂ. ഞാൻ ചില ലിപ്സ്റ്റിക്കുകളിൽ അഡിക്റ്റായാൽ ഞാൻ പിന്നെ അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. പക്ഷേ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ മൂഡ് പോലെ ഞാൻ എൻ്റെ എല്ലാ ലിപ്സ്റ്റിക്സും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. കുറേയൊക്കെ കളഞ്ഞു, ബിക്കോസ് തീർന്നു, അതുകൊണ്ട് കളഞ്ഞു. പിന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, ക്രീം ഇൻ ദ കപ്പ് ഓഫ് കോഫി. അത് മാക്കിൻ്റെ ആണ്, സാറ്റിൻ ഫിനിഷാണ്. അത് ഞാൻ ബിന്ദുവായിട്ട് ഷെയർ ചെയ്തു ബിക്കോസ് അതുകൊണ്ട് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. ക്രീം ഇൻ ദ കപ്പ് ഓഫ് കോഫി, അതൊരു വേളിൻ്റെ തന്നെ കുറച്ചും കൂടി വേറൊരു വേർഷനായിട്ടുള്ള, കുറച്ചും കൂടി ലൈറ്റർ വേർഷനായിട്ടുള്ള സാറ്റിൻ, ക്രീമി സാറ്റിൻ ആണത്. ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി നൂഡ്സ് എന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് കയറി ചെല്ലും. പക്ഷേ ഏതെങ്കിലും നൂഡ് മേടിച്ചിട്ട് പോരും, അല്ലെങ്കിൽ ഒരാൾ ലിപ്സ്റ്റിക് ഒന്നും ഒരാളും ഗിഫ്റ്റ് കൊടുക്കരുത്. അല്ലെങ്കിൽ അയാളുടെ ചോയ്സ് അനുസരിച്ചിട്ട് അയാളുടെ കളർ ഇഷ്ടമുള്ളത് എക്സ്പെൻസീവ് ആണെങ്കിൽ മേടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ അവരവരിട്ട് അവരുടെ മുഖത്തിന് നോക്കി ചോദിച്ച് അത് ചെയ്യുന്നതാണ് നല്ലത്. ഇട്ട് നോക്കി മേടിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അടുത്തതാണ് ബോബി ബ്രൗണിൻ്റെ ക്ലാരറ്റ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണിത്. ഇതൊരു സാറ്റൻ ഫിനിഷാണ്. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ലുക്ക് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ നാട്ടിലെ നൈക്കിയിൽ നിന്ന് മേടിച്ചതാണ് ക്ലാരറ്റ്. ഇത് എൻ്റെ ഫ്രണ്ട് ടിനു ആയിട്ട് ഞാൻ പോയപ്പോൾ മേടിച്ചതാണ്. അവൾക്കും ഈ കളർ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ലേറ്റർ അവളും മേടിച്ചായിരുന്നു. ഇത് ഭയങ്കര സാറ്റൻ ഫിനിഷാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ക്ലാരറ്റ്. തീർന്നു. ഇത് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്തിരുന്നു. ഇത് തീർന്നു. ഞാനിത് വെച്ചിരിക്കുന്നത് ഷെയ്ഡ് പോണ്ട വെച്ചിട്ടാണ്, കുറച്ചും കൂടി ഉണ്ടല്ലോ. അതിനുശേഷം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് അന്വേഷിച്ച് തീർന്നപ്പോൾ ഇത് അന്വേഷിച്ചിട്ട് ഞാൻ ബാലിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടി ഫ്രീയിൽ കയറിയിട്ട് ചോദിച്ചു. ഡ്യൂട്ടി ഫ്രീയിൽ എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് ട്രാൻസിറ്റ് ഉള്ളപ്പോൾ ഞാൻ ഷോപ്പ് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇതിൻ്റെ എഡിഷൻ അവർ നിർത്തി,
ഈ സാറ്റൻ ഫിനിഷിൻ്റെ ക്ലാരറ്റിൻ്റെ എഡിഷൻ അവർ നിർത്തി. ഇപ്പം അവർ ഇറക്കുന്നത് ഈ ക്ലാരറ്റ് ആണ്. ദിസ് ഈസ് ദ ഫേവറേറ്റ് ലിപ്സ്റ്റിക് വിച്ച് ഐ എം വെയറിങ്. എനിക്ക് കുറേ സ്ഥലത്തു നിന്ന് ചോദ്യം വന്നിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ ബോട്ടിലാണ് ഇത്. സോ ദിസ് ഈസ് ക്ലാരറ്റ് number 4, which is currently not available in Bobbi Brown store, but you can buy this online. This is Lux Matte. It's not matte matte, this is Lux Matte, which means it gives that soft powdery finish, long lasting. It looks like it got inside your lip and it blends with your skin so well. അങ്ങനെയാണത് ഫീൽ. അതായത് ഇതിട്ട് കഴിഞ്ഞാൽ മുഖമൊക്കെ നമുക്ക് പല്ലിച്ചില്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കാം. എനിക്ക് പല്ല് തേക്കൽ കുളി നന ഒക്കെ ചിലപ്പോൾ പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഓടി അങ്ങ് പോകുമ്പോൾ ഇത് മാത്രം ഇട്ടിട്ട് പോയാൽ മതി. ആൻഡ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതാണ്. ഇത് എൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് നാച്ചുറലായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. എൻ്റെ കമ്പ്യൂട്ടർ മാത്രമേ ഓണുള്ളൂ. ഇവിടെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല, ഞാൻ സൂര്യപ്രകാശത്തിലാണ് ഇരിക്കുന്നത്. സോ യു ക്യാൻ സീ ദിസ് ലിപ് കളർ സോ വെൽ. മറ്റേത് ഞാൻ തീർത്തതാണിത്, കണ്ടോ, അത്ര നല്ലതാണ്. ദിസ് ലുക്സ് ലൈക്ക് ദിസ്. ഏത് കോംപ്ലക്ഷനും ചേരും, ഏത് കോംപ്ലക്ഷനും ചേരും. ഇതിപ്പോൾ പുതിയത് മേടിച്ചു ഞാൻ ബോബി ബ്രൗണിൽ. ഇത് റെഡ് അല്ല കേട്ടോ, ഈ കളറാണ്. അത് ചുണ്ടിലിടുമ്പോൾ വേറെയാണ്. അത് ഇവിടെയൊക്കെ അങ്ങ് ഇങ്ങനെ മാച്ചായി പോവും. ഇങ്ങനെ ഷാർപ്പായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനെയൊന്നും തോന്നത്തുമില്ല. സോ ഇത് ഞാനിപ്പം മേടിച്ചത് ഓൺലൈനിലാണ്. ഞാനല്ല, എനിക്കിത് പാവൽ മേടിച്ചത്. ഞാൻ പാവലിനെ കൊണ്ട് കയറാത്ത കടകളില്ല ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. ഡ്യൂട്ടി ഫ്രീയിൽ നോക്കി, ഇതില്ല. പക്ഷേ ഇതിൻ്റെ സാറ്റൻ ഫിനിഷ് ഈ പാക്കേജിങ് അല്ലെങ്കിലും സാറ്റൻ ഫിനിഷ് ഇപ്പോൾ ഉണ്ട്. അതും നല്ലതാണ്. പക്ഷേ എനിക്ക് തിളങ്ങിയിരിക്കുന്നതിലും കുറച്ചും കൂടി ഇങ്ങനെ മാറ്റല്ല, ക്രീമും അല്ല, ഇത് ഇരിക്കുന്ന ഒരു ഇതാണ് ഇഷ്ടം. സാറ്റിനും അല്ലാതെ. മാറ്റ് എന്ന് പറഞ്ഞാലും ഇത് ലക്സ് മാറ്റാണ്. അപ്പം ഇതാണ് മൈ ഫേവറേറ്റ് പിക്ക്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മേടിച്ച ലിപ്സ്റ്റിക്കുകളിൽ എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് ഈസ് ബോബി ബ്രൗൺ ക്ലാരറ്റ് നമ്പർ 4 ഷെയ്ഡ്. ദിസ് യു ക്യാൻ ബൈ ഇറ്റ് ഓൺലൈൻ. ഈ മാറ്റ് ഫിനിഷാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് മൈ സെക്കൻഡ് ഫേവറേറ്റ് ഈസ് ഓൾവേസ് റൂബി വൂ, മൈ ഓൾ ടൈം ഫേവറേറ്റ്. സോ ഞാനിപ്പോൾ ക്ലാരിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 years ആയി, 3 years plus ആയി. പക്ഷേ എൻ്റെ മാറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 years. പക്ഷെ പെട്ടെന്ന് തീരും കേട്ടോ, ഹാവ് ടു സേ. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് $7,000, $8,000. പക്ഷേ മേടിച്ചാൽ വേർതിയാണ്. സ്ഥിരമായിട്ടിടാത്തവർക്ക് കുറേ അധികം നാൾ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 months കൊണ്ട് സാധനം തീരും. അപ്പം ബാക്കിയുള്ള മേക്കപ്പ് കളക്ഷൻസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. എൻ്റെ പെർഫ്യൂം കളക്ഷൻ, എൻ്റെ ഹൈലൈറ്റർ, എൻ്റെ ഫൗണ്ടേഷൻസ്, എൻ്റെ ഐ ഷാഡോസ് ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബിക്കോസ് ഈ വ്ളോഗ് ഒത്തിരി നീണ്ടു. അപ്പം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.